താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നടുവട്ടം സെന്റ് ആന്റണീസ് LP സ്കൂൾ കുട്ടികളുടെ ദീർഘകാലമായുള്ള സ്വപ്ന പദ്ധതിയായ ഗിഗിൽ ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് തുറന്നു നൽകി. ഡോക്ടർ ആൻഡോസ് ആന്റണി പാർക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നടുവട്ടം സെന്റ് ആന്റണീസ് LP സ്കൂൾ കുട്ടികളുടെ ദീർഘകാലമായുള്ള സ്വപ്ന പദ്ധതിയായ ഗിഗിൽ ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആൻഡോസ് ആന്റണി പാർക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അന്നും ഞങ്ങളുടെ ഇടയിൽ ചെറിയ മെസ്സിമാരും എംബാപ്പമാരും ക്രിസ്ത്യാനോ റൊണാൾഡോമാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമക്കളെ, ഈ മണ്ണ് ഒരു വിജയത്തിന്റെ ചരിത്രമുള്ള മണ്ണാണ്. ഒരു പ്രത്യേക ശക്തിയുള്ള ഗ്രൗണ്ടാണിത്, ഒരു ഊർജമുള്ള ഗ്രൗണ്ടാണിത്. നിങ്ങളും ഈ അവസരങ്ങൾ ഉപയോഗിക്കണം, നിങ്ങളും ജീവിതത്തിൽ വളരണം. അതാണ് ഈ നാട്ടിൽ നിന്ന് കഷ്ടത എന്തെന്ന് കണ്ടുപോയ ഞങ്ങള് ടീച്ചറെ പോലെയുള്ളവരോ അല്ലെങ്കിൽ നരികുളം അച്ഛനെ പോലെയുള്ളവരോ വിളിക്കുമ്പോൾ എല്ലാത്തിനും തയ്യാറായിട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത്. ചിരികൾ പൂക്കുന്നിടം സ്വപ്നങ്ങൾ വളരുന്നിടം എന്ന ആപ്തവാക്യവുമായി ഒരുക്കിയ ഈ പാർക്ക് കുട്ടികളുടെ കളിക്കും വിനോദത്തിനും ഒപ്പം അവരുടെ സൃഷ്ടിപരമായ ചിന്തകൾ വളർത്തുന്നതിനും സഹായകരമാകുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫാദർ ജോഫിൻ മാടശ്ശേരി അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം ഇന്ന് കൂട്ടിച്ചേർത്തു, ആൻഡ്രൂ സാർ കൂട്ടിച്ചേർത്തു. നമ്മുടെ ഈ നടുവട്ടം പുരോഗമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പുരോഗമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ധാരാളം ഡോക്ടർമാരും നഴ്സുമാരും വക്കീലുമാരും പഠിച്ച് സമൂഹത്തിൽ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ധാരാളം അധ്യാപകരുണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ പുരോഗതിയുടെ ഒരു ഭാഗമാണ്. വാർഡ് മെമ്പർ ജിൻസി ജോമിൻ, സ്കൂളിന്റെ മുൻ മാനേജറും സെന്റ് മേരീസ് ചർച്ച് വികാരിയുമായ ഫാദർ തോമസ് നരികുളം, പെരിയപാടൻ ഫാമിലി ട്രസ്റ്റ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് അൽഫോൺസ ഡേവിസ്, വാർഡ് മെമ്പർ സിജി ടോമി, ജയ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഈ വിദ്യാലയത്തിൽ ജോയിൻ ചെയ്തിട്ട് 4 വർഷം കഴിഞ്ഞു. ഇത് 5ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഞാനിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് കാരണം മുൻ അധ്യാപകരുടെ കഴിവ് കുറവോ ശ്രദ്ധ കുറവോ ഒന്നുമല്ല. കാരണം മെയിനായിട്ട് ഞാനിവിടെ എത്തിയത് കൊറോണ കഴിഞ്ഞൊരു കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് നാളുകളോളം സ്കൂൾ അടച്ചിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ എത്തിയത്. എനിക്കിവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചു, എന്നെപ്പോലെ തന്നെയല്ലേ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നരികുളച്ചനും മാമ്പള്ളി അച്ഛനും ഒക്കെ ഇവിടെ വികാരിയായിരിക്കുമ്പോൾ ജയ ടീച്ചർ ഇവിടെ വന്ന കാലഘട്ടത്തിൽ ഇവിടെ ഈ സ്കൂളിൻ്റെ അവസ്ഥകൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കാനും അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യാനും അതിൻ്റെ കൂടെ നിൽക്കാനും ഒക്കെ പലപ്പോഴും അവസരം കിട്ടിയപ്പോൾ ടീച്ചർ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി സ്വപ്നങ്ങളും ഇങ്ങനെ എന്നും പങ്കുവയ്ക്കും. എന്നും ടീച്ചർക്ക് കുറേ ഈ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ട ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പറയാനുണ്ടാവും. മോനെ, ഞങ്ങൾക്കത് കാണിച്ചു തരണം, ഞങ്ങൾക്കത് മേടിച്ചു തരണം, നമ്മുടെ ആ സ്കൂളിൽ അത് വേണം, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇവിടെ വേണം എന്നൊക്കെ നമ്മൾ എപ്പോഴും ആവശ്യപ്പെടും. അപ്പോൾ അദ്ദേഹത്തിന് തരാൻ സാധിക്കുന്ന എന്തായാലും നമുക്ക് തരാറുണ്ട്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പേരൻസിനോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളൊന്നും അവർക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കേണ്ട കാര്യമില്ല. വിദ്യാധനം സർവ്വധനം പ്രധാനം. നമ്മൾ ആരും അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ധനമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പക്ഷെ മക്കളും മൂന്നും ജനിസിയായിരുന്നു. ജനിസിയെ കുറ്റപ്പെടുത്തുന്നതല്ല, തിന്നുക, കുടിക്കുക, സ്വന്തം കാര്യം നോക്കുക എന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ രാജാവിന് തോന്നി
തൻ്റെ കാലശേഷം ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും? ഇപ്പോൾ രാജാവ് 3 മോതിരങ്ങൾ തൻ്റെ മന്ത്രിയെ കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു. എൻ്റെ മരണശേഷം അവർക്കിത് കൊടുക്കണം, ഓരോരുത്തർക്കും ഓരോ മോതിരം. എന്നിട്ട് പറയണം, ഇതിലൊരു മോതിരത്തിന് എൻ്റെ അനുഗ്രഹം ഉണ്ട്. അതേത് മോതിരമാണെന്ന് പറയുന്നില്ല. പക്ഷെ ആ മോതിരം കിട്ടിയ വ്യക്തി ഏറ്റവും കൂടുതൽ ഭവ്യപ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. പുസ്തകങ്ങളിലെ പഠനത്തിനും അപ്പുറം ഓരോ കുട്ടികളുടെയും മനസ്സിന് ഉണർവ് നൽകാൻ അതിനൊരിടം കിട്ടുക എന്ന് പറയുന്നത് സന്തോഷകരമായ ഒന്നാണ്. വിദ്യാഭ്യാസം എന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കേവലം ക്ലാസ് മുറിയിൽ ഒതുങ്ങുന്നതല്ല. അവൻ്റെ ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ഉണർവും എല്ലാം ഉണർത്തുന്ന ഒരു കേന്ദ്രമാകണം. ഇത്രയും മനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്ക് നിർമ്മാണത്തിനായി സാമ്പത്തിക സഹായം ചെയ്യുകയും അത് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ മക്കൾക്കായി സമർപ്പിക്കുകയും ചെയ്ത ഡോക്ടർ ആൻഡ്രോസ് ആന്റണിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു. സ്നേഹമുള്ളവരെ, ഞാനും ഈ നാട്ടുകാരനാണ്. ഈ നാട്ടിലെ കുഞ്ഞു മക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേകിച്ച് ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് ജയ ടീച്ചറിൻ്റെയും റിക്വസ്റ്റ് ഓണർ ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിമനോഹരമായ ഒരു പാർക്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്, ചിൽഡ്രൻസ് പാർക്ക്. ഇതിന് പേര് തന്നെ ഇട്ടിരിക്കുന്നത് ഗിഗിൾസ് ഗാർഡൻ എന്നാണ്. ഇതൊരു ബ്രിട്ടീഷ് പേരാണ്, ഗിഗിൾ, എ പ്ലേസ് ടു ചിൽ ഈച്ച് അതർ. അതാണ് ഗിഗിൾ അതിൻ്റെ ഗാർഡൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊന്ന് അതിമനോഹരമായിട്ട് തന്നെ ഇത് എൻ്റെ ഫാമിലി ട്രസ്റ്റ് മെമ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളിത് ഉദ്ഘാടനവും ചെയ്തിരിക്കുകയാണ് ഔപചാരികമായിട്ട്.